ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ കൂട്ടുകാരെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ വന്ന് ചിത്രശലഭത്തെയും പൂക്കളെയൊക്കെ ഒന്ന് നോക്കി ആസ്വദിച്ച് കുറച്ച് തുണികൾ മടക്കാനുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഒന്ന് ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണമേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണമേ കൂട്ടുകാരെ. അപ്പോൾ രാവിലെ നമുക്കിന്ന് ഇവിടെ പുട്ടും ചിക്കൻ കറിയും വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പുട്ടും ചിക്കൻ കറിയും അടുപ്പിലാവണം നേരം കൊണ്ട് എൻ്റെ മക്കൾക്ക് ഇന്ന് കുഴിമന്തി വേണമെന്ന് പറഞ്ഞ് മൂത്താൾ പോയി അരിയും അതിൻ്റെ സാധനമൊക്കെ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മളുടെ പുട്ടും ചിക്കനും റെഡിയാവണം. അപ്പം ആ നേരം നമ്മുടെ വാവച്ചൻ ചേട്ടൻ വണ്ടിയൊക്കെ കഴുകിയിട്ട് ഇന്നത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ വാവച്ചൻ ചേട്ടനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ വാവച്ചൻ ചേട്ടൻ വലയൊക്കെ ഒന്ന് അടിച്ച് വീടൊക്കെ ഒന്ന് തൂത്ത് വാരാൻ വേണ്ടി തുടങ്ങി. ആ നേരം നമ്മളുടെ പുട്ട് റെഡിയായി. രണ്ടാമത്തെ കുട്ടിക്കുള്ള പുട്ടിൻ്റെ മാവ് ഞാൻ നനച്ച് കുറ്റിയിലാക്കി കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മന്തിക്ക് വേണ്ട ചിക്കനെ നമുക്ക് മസാലയൊക്കെ ചേർത്തൊന്ന് വിരകി വെക്കണം. അപ്പം ഞാൻ ക്യാപ്സിക്കവും ചെറിയ ഉള്ളിയല്ല കൂട്ടുകാരെ, വലിയ ഉള്ളി കുറച്ചരിഞ്ഞതും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് ഗരം മസാലയും നമ്മളുടെ മന്തി മസാലപ്പൊടി, നമ്മുടെ മന്തി മസാല എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം മന്തി മസാലപ്പൊടിയാണ്, ഞാൻ തയ്യാറാക്കിയതാണ്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനും ചേർത്ത് കുറച്ച് ഗോൾഡ് വിന്നറിൻ്റെ എണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ചിക്കനും നമ്മളുടെ ക്യാപ്സിക്കവും സവാളയും മസാലയും എല്ലാം കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് തിരുമ്മി എടുത്ത് വെക്കും. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമുക്ക്, കാരണം ഉച്ചയ്ക്കല്ലേ നമുക്ക് മന്തി ഉണ്ടാക്കണത്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ നല്ല വെന്ത് കിട്ടും. അപ്പോൾ വാവച്ചൻ ചേട്ടൻ ഇന്ന് പാറശാല ഒരു ഓട്ടോ ഉണ്ട്. അപ്പോൾ വാവച്ചൻ ചേട്ടൻ്റെ കൂട്ടുകാരെ വണ്ടിയും കൊണ്ട് വന്ന് വാവച്ചൻ ചേട്ടൻ പോയി കാപ്പിയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറി കുളിച്ച് അവർ ഓട്ടം പോയി പാറശാലയിലേക്ക്. നമ്മളുടെ കാറിന് വേറൊരു ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും ആദ്യം ഗ്യാറ്റൊക്കെ ഒന്ന് പൂട്ടിയിട്ട് വന്ന സമയത്ത് നമ്മുടെ മന്തിക്ക് വേണ്ട അരി ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മന്തിയുടെ അരി വേവണ നേരം കൊണ്ട് ഞാൻ ചിരട്ട കനലാക്കാൻ വെച്ചു. നമ്മുടെ മന്തി മസാല തുറന്നവിടെ വെച്ചു. ഇനി നമുക്ക് നമ്മളുടെ ഗ്യാസിൽ നിന്ന് ഈ കനലൊന്ന് മാറ്റി കൊടുക്കണം. കാരണം നമുക്ക് ചിരട്ടയിലേ ഉള്ളൂ കനലാക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് കേട്ടോ മാറ്റി ഒരു പാത്രത്തിലാക്കി കൊടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കും. കാരണം നമുക്കിത് കനലാവണം, നമ്മുടെ ചോറിനകത്ത് നമുക്ക് വെച്ച് കൊടുക്കാനുള്ള സാധനം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മളുടെ അരി പകുതി വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മളുടെ ഈ മന്തി വെക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു മന്തിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അതിൽ കറക്റ്റ് അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളുടെ ആ മന്തി റെസിപ്പിയിൽ. അപ്പോൾ അതൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പച്ച ഇറച്ചിയിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ഇറച്ചിയെല്ലാം നമ്മുടെ കുക്കറിനകത്ത് തട്ടിയിട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മളുടെ പകുതി വേവായ ചോറ് കുറച്ച് തട്ടിക്കൊടുത്ത് അതിൻ്റെ കൂടെ നമ്മളുടെ മന്തി മസാലപ്പൊടിയും കൂടെ ഇട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ബാക്കി ചോറെല്ലാം കൂടെ തട്ടിക്കൊടുത്തതിന് ശേഷം ഞാനൊരു 4-5 പച്ചമുളക് ഒന്ന് കുത്തി വെച്ച് കൊടുത്ത് കുറച്ച് മഞ്ഞ പൊടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ ചോറിൽ നമ്മൾ വേറെ കൃത്രിമമായിട്ടൊന്നും നമ്മൾ ചേർക്കണില്ല കളറിന്. അതിനുശേഷം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തേ. നെയ്യ് ഞാൻ ചിക്കൻ ഇട്ട സമയത്ത് ഒഴിക്കാൻ ഉള്ളായിരുന്നു, ഞാൻ വിട്ടുപോയി. അതിനുശേഷം നമ്മുടെ കനലിറക്കി വെച്ച് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് ഒരു വിസിൽ നമുക്ക് കേൾക്കണം നമ്മളുടെ മന്തി റെഡിയാവാൻ വേണ്ടി. അപ്പോൾ ഞാൻ കുക്കർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ഒതുക്കണം. അപ്പോൾ ആ മന്തി അവിടെ ഇരുന്ന് ആവട്ട്. ആ നേരം കൊണ്ട് നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി. അപ്പം നമ്മുടെ സിങ്ക് വീണ്ടും എനിക്ക് പണി തന്നു കൂട്ടുകാരെ. അപ്പം ഞാൻ ആ സിങ്കിൻ്റെ ആ തീക്കിലിട്ട് വെള്ളമൊക്കെ കുത്തി കളഞ്ഞ് എല്ലാം തുടച്ചൊക്കെ ഇട്ടതിന് ശേഷം വന്ന് കുറച്ചേറെ റെസ്റ്റ് എടുത്ത്. അപ്പോൾ നമ്മുടെ പൂച്ചക്കുഞ്ഞ് വന്ന് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് തലയിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയം നമ്മളുടെ കുക്കറിന് ഒരു വിസിൽ കേട്ട്. അപ്പം നമ്മുടെ കുക്കർ ഞാൻ ഓഫ് ചെയ്ത്. അപ്പോൾ വിസിലൊക്കെ ഒന്ന് മാറി തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയാട്ടാ. ഞാൻ ഇഡ്ഡലി പാത്രത്തിനകത്തേക്ക് ചോറുകൾ മാറ്റി കൊടുത്തു. കാരണം നമുക്ക് കടയിലൊന്നും പോയി എപ്പോഴും മന്തിയൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് മന്തിച്ചോറ് ഉണ്ടാക്കാം. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ എല്ലാ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനും 2 മക്കൾ മാത്രമല്ലേ ഉള്ളൂ. വാവച്ചൻ ചേട്ടൻ ഓട്ടം പോയിരിക്കുകയില്ലേ. അപ്പോൾ ഞാനെല്ലാം ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം പാത്രത്തിലേക്ക് വിളമ്പാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാത്രത്തിൽ വിളമ്പിയപ്പോൾ നമ്മളുടെ പ്രിയന് മയോണൈസ് വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു മുട്ടയില്ലെന്ന് പറഞ്ഞപ്പോൾ മോൻ പോയി മുട്ട വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞ് മോൻ പോയി. ഞാനും ആദ്യത്തേനും കൂടെ ചോറ് കഴിക്കുകയാണേ. പക്ഷേ ചോറ് കഴിക്കുമ്പോൾ നമുക്ക് മന്തി കഴിക്കുന്ന സമയത്ത് മയോണൈസ് വേണം കേട്ടോ. അപ്പം മോൻ പോയി മുട്ടയും മേടിച്ച് 3 ലഡുവും വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മയോണൈസ് തയ്യാറാക്കി. കാരണം ഞാൻ ചോറ് കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മയോണൈസ് ഉണ്ടാക്കി മോന് കഴിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ മോൻ നോക്കണം നിൽക്കുക, ഞാൻ എൻ്റെ ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൊള്ളാം, കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ മോൻ അവിടെ ഇരുന്ന് കഴിക്കണം. അപ്പോൾ ഞാൻ ഇനി പുറത്തോട്ടൊന്ന് പോയി കേട്ടോ, നമ്മുടെ ലഡുവും എടുത്തുകൊണ്ട് പോയി ഇരുന്ന് ഒന്ന് ആലോചിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. ആവശ്യം ചേട്ടൻ പറഞ്ഞാണ് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി. അപ്പോൾ ആ സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് ലഡുവൊക്കെ തിന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാനും ആദ്യത്തേനും കൂടെ പോവാമെന്ന് വിചാരിച്ചു. ഞാൻ പോകുന്നത് എൻ്റെ മൂത്ത ചേച്ചീനെ കാണാനാണ്. നമ്മുടെ ഇവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ മഴയൊക്കെ പെയ്തപ്പോൾ വെട്ടുകാടുന്ന് അവരിവിടെ വന്ന് താമസിക്കുകയാണ്. അപ്പം ആ ചേച്ചീനെ കാണാനാണ് ഞാൻ ഇപ്പോൾ പോണത്. അപ്പോൾ ഇതാണ് എൻ്റെ മൂത്ത ചേച്ചി, വെട്ടുകാടാണ് ചേച്ചി താമസിക്കുന്നത്. അപ്പോൾ ചേച്ചീനെ കണ്ട് സന്തോഷത്തോടെ അപ്പോൾ ചേച്ചി ചായ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങി വരികയാണ്. അന്ന് ഞങ്ങൾ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. ഇവരെല്ലാം വെട്ടുകാടുന്ന് നമ്മുടെ വലിയതുറയിൽ വന്ന് ക്യാമ്പിൽ താമസിക്കണവരാണ് കേട്ടോ, വെള്ളപ്പൊക്കം ആയതുകൊണ്ട്. അപ്പം ഞങ്ങൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ അതിലുള്ള ഒരു ചേച്ചി എന്നെ പ്രാർത്ഥന പഠിക്കണം. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് മാതാവേന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി രാത്രിയായപ്പോൾ വാവച്ചൻ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനാണെങ്കിലും നമ്മുടെ സഹോദരനെ പോലെയാണ് കേട്ടോ. വന്ന് മന്തിയൊക്കെ കഴിച്ച് സന്തോഷത്തോടെ അവിടെ ഇരുന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, ടാറ്റാ, സീ യു.